नमस्कार, मैं रेखा GHSS कोकलूर में हिंदी अध्यापिका हूँ. ഞാൻ രേഖ ടീച്ചറാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊക്കലൂരിലെ ഹിന്ദി അധ്യാപികയാണ്. 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാം പാഠഭാഗമായ TV എന്ന തിരക്കഥ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. इस पटकथा को किसने लिखा है आप लोगों को मालूम है? वे है वरुण ग्रोवर नामक एक मशहूर पटकथाकार. वे हिंदी फिल्म जगत में बहुत मशहूर है. ഈ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വരുൺ ഗ്രോവർ എന്ന വളരെ പ്രസിദ്ധനായ ഒരു തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇതാണ്. 26 जनवरी 1980 को हिमाचल प्रदेश के सुंदरनगर में जन्म. हिंदी फिल्मी क्षेत्र में पटकथाकार, गीतकार एवं निर्देशक के रूप में मशहूर. 1980 जनवरी 26 ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗറിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഹിന്ദി സിനിമാ ലോകത്ത് തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സംവിധായകൻ എന്നീ നിലയിൽ വളരെയധികം പ്രസിദ്ധനാണ് ഇദ്ദേഹം. पटकथा क्या है आप लोगों को मालूम है? पटकथा सिनेमा शूटिंग के लिए लिखी जाती है. पटकथा दृश्यों में बांटी जाती है. उसमें पात्रों की वेशभूषा, उम्र और दृश्यों का विवरण होता है. തിരക്കഥ എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ? സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് തിരക്കഥ എഴുതാറുള്ളത്. അത് സീനുകളായി തിരിച്ചിരിക്കും. അതിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും വയസ്സ്, അവരുടെ വേഷം തുടങ്ങിയവ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. മാത്രമല്ല ഓരോ സീനിലെയും ദൃശ്യവും വിവരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കുക. പേജ് നമ്പർ 10. അതിൽ TV എന്ന പാഠം നമുക്ക് കാണാം. പട്കഥ, വരുൺ ഗ്രോവർ. TV सीन नंबर 1. गोपू के घर के बाहर की कच्ची सड़क. दोपहर के 2 बजे हैं. पहाड़ी इलाका दूर दूर तक फैले. पहाड़ दिख रहे हैं. करीबन 8-10 साल की उम्र के 3 बच्चे गोपू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं. गोपू देखने से ही बाकी दोनों पर हावी लगता है. यह जमीन पर झुका है और कुछ उठाने की कोशिश कर रहा है. उसके हाथ में मकोड़ा है. ഇപ്പോൾ ടീച്ചർ വായിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്താണെന്ന് മനസ്സിലായോ? ടീച്ചർ പറഞ്ഞു തരാം. ഗോപുവിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള മണ്ണിട്ട റോഡാണ് സ്ഥലം. സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. മലയോര പ്രദേശമാണ്. ദൂരെ ദൂരെ മലകൾ നിരന്ന് കിടക്കുന്നുണ്ട്. അവിടെ 3 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഗോപു, ചുന്നി, ലല്ലു. ഇവര് ഏകദേശം ഒരു 8-10 വയസ്സുള്ളവരാണ്. ഗോപു ഒന്ന് നോക്കിയാൽ മാത്രം മതി, മറ്റു 2 പേരും അനുസരിച്ചോളൂ. അവൻ നിലത്തേക്ക് കുനിഞ്ഞു നിൽക്കുകയാണ്. അവൻ എന്തോ മണ്ണിൽ നിന്ന് എടുക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ എന്താണെന്ന് അറിയാമോ? ഒരു പുഴുവാണ്. അവരെന്തോ സംസാരിക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ये ले तेरा प्यारा मकोड़ा, अब खा इसकी कसम. कैसी कहानी है? अरे जैसे मास्टर जी बुलवाते हैं, बोल मैं कसम खाती हूँ मैं कसम खाती हूँ कि हम चुपके से दूसरे गांव जाएंगे कि हम चुपके से दूसरे गांव जाएंगे और चुपके से टीवी देखकर आएंगे और चुपके से टीवी देखकर आएंगे. और यह बात किसी को नहीं बताएंगा, माँ को भी नहीं. माँ को कैसे बताएंगी? माँ तो सो रही है. हाँ, माँ तो सो रही है. अब मकोड़ा रख दो. तो फिर चलो. ഇപ്പോൾ ഈ 3 പേരും
സംസാരിച്ചത് എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം. ഗോപു കയ്യിൽ ഒരു പുഴുവിനെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ പുഴുവിനെ ചുന്നിയുടെ കയ്യിലേൽപ്പിച്ച്, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഴുവാണത്, ആ പുഴുവിനെ കയ്യിലേൽപ്പിച്ച് ചുന്നിയെ കൊണ്ട് സത്യമേടിക്കുകയായിരുന്നു. എന്താണ് സത്യമേടിച്ചതെന്നറിയാമോ? നമ്മൾ ആരും അറിയാതെ മറ്റൊരു നാട്ടിൽ പോകും, അവിടെ പോയി TV കാണും, എന്നിട്ട് തിരിച്ചു വരും. ഈ കാര്യം അമ്മയോട് പോലും പറയരുത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ലല്ലു കയറി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ലല്ലു പറയായിരുന്നു, അമ്മയോട് എങ്ങനെ പറയാനാ, അമ്മ കിടന്ന് ഉറങ്ങുകയല്ലേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ 3 പേരും 3 കുട്ടികളും മറ്റൊരു നാട്ടിലേക്ക് ആ മണ്ണിട്ട വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇനി മക്കളെല്ലാവരും പുസ്തകം എടുക്കുക. പേജ് നമ്പർ 11 നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സീൻ നമ്പർ 2 ഞാൻ വായിക്കാം. पहाड़ की पगडंडी दोपहर के 3 बजे हैं. बच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. सामने वाली एक चोटी पर TV ടവർ ദിഖ് രഹാ ഹൈ. സീൻ നമ്പർ 2 മലമ്പ്രദേശത്തൂടെയുള്ള ഒരു നടപ്പാതയാണ് സ്ഥലം. ഉച്ചയ്ക്ക് 3 മണിയാണ് സമയം. കുട്ടികൾ 3 പേരും വളരെ പ്രയാസപ്പെട്ട് മല ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മുന്നിൽ അവർക്ക് ഒരു കുന്നിൻ്റെ മുകളിൽ TV ടവർ കാണാം. ഗോപുവും ചുന്നിയും ലല്ലുവും കൂടെ ആ മല ചവിട്ടി വളരെ പ്രയാസപ്പെട്ട് പോകുന്ന അവസരത്തിൽ എന്തൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. देखा, यही वो टावर है जिससे TV आता है. आता कहाँ है? आता होता तो हम दूसरे गांव क्यों जाते? चुन्नी, ये लल्लू एकदम लल्लू है ना. बाबा ने बताया था ना कि इसी टावर से दूसरे गांव में TV आता है, और क्योंकि हमारा गांव पहाड़ के इस तरह है, हमारे में नहीं आता. हाँ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. TV तो जादू है, ऐसे थोड़े ही पकड़ेगा. हाय, क्या चीज है TV. ഗോപുവും ചുന്നിയും ലല്ലുവും കൂടെ എന്താണ് സംസാരിച്ചതെന്ന് അറിയാമോ? മനസ്സിലായില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഗോപു ദൂരെ കാണുന്ന ആ TV ആൻറ്റിന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഈ ആൻറ്റിനയിലൂടെയാണ് നമ്മുടെ നാട്ടിൽ TV സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ ലല്ലു അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ലല്ലു പറയാണ്, നമ്മുടെ നാട്ടിൽ TV സിഗ്നൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു നാട്ടിലേക്ക് പോയി TV കാണേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഗോപു അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഈ ലല്ലുവിനൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിലും അതേപോലെ മറ്റുള്ള നാട്ടിലും TV സിഗ്നൽ കിട്ടുന്നത് ഈ ആൻറ്റിനയിലൂടെ തന്നെയാണ്. നമ്മുടെ നാട് മലയുടെ ഈ വശത്തായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ TV സിഗ്നൽ കിട്ടാത്തത്. ചുന്നി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതേപോലെ TV ബോക്സും ആൻറ്റിനയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കറക്കി നോക്കി ആൻറ്റിന, പക്ഷേ സിഗ്നൽ കിട്ടിയില്ല. ഗോപു പറയാണ്, TV ശരിക്കും ഒരു മായാജാലമാണ്, അതങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. ഗോപു ആദ്യം കണ്ട TVയുടെ ഓർമ്മയിൽ മുഴുകുകയാണ്. പേജ് നമ്പർ 12 സീൻ നമ്പർ 3 നമുക്ക് വായിക്കാം. നേരത്തെ സീൻ നമ്പർ 2 അവസാനിപ്പിച്ചത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ഗോപു ആദ്യം കണ്ട TVയെ കുറിച്ചുള്ള ഓർമ്മയിൽ മുഴുകുകയാണ് അല്ലേ? അപ്പോൾ ഈ സീൻ നമ്പർ 3 അതേ രംഗമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഗോപുവിൻ്റെ ഓർമ്മയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സ്ഥലം മനോഹർ ചാച്ചയുടെ വീടാണ്, വീട്ടിലെ റൂമാണ്. സമയം രാവിലെ 8 മണിയാണ്. നമുക്ക് പാഠഭാഗം ഒന്ന് വായിക്കാം. मनोहर चाचा के घर का कमरा सुबह के 8 बजे हैं. TV पर 26 जनवरी की परेड आ रही है. गोपू और उसके बाबा
टकटकी लगाए देख रहे हैं। मनोहर चाचा बगल में बैठे हैं। टीवी में झांकियाँ चल रही है और एक കമന്ററി भी. മനോഹർ ചാച്ചയുടെ വീട്ടിലെ റൂമാണ് സ്ഥലം. രാവിലെ 8 മണിയാണ് സമയം. ഗോപു ടി വിയിൽ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡാണ് ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗോപുവിൻ്റെ അച്ഛനും വളരെ ശ്രദ്ധിച്ച് ഈ കാഴ്ചകൾ കാണുകയാണ്. കൂടെ മനോഹർ ചാച്ചയുമുണ്ട്. ടി വിയിൽ വരുന്ന ദൃശ്യങ്ങൾക്കൊപ്പം കമന്ററിയും നമുക്ക് കേൾക്കാം. और यह है झांकी असम राज्य की ആകെ ആകെ ബിഹു നൃത്യ കർത്തി മഹിളായെ. കമന്ററിയിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? ടീച്ചർ പറഞ്ഞു തരാം. ഈ ദൃശ്യം അസം സംസ്ഥാനത്തിൻ്റെതാണ്. മുന്നിൽ ബിഹു നൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് കടന്നു വരുന്നത് എന്നാണ്. സീൻ നമ്പർ 2 ഗോപു നേരത്തെ ടി വി കണ്ട ഓർമ്മയിൽ മുഴുകുകയാണല്ലോ. സീൻ നമ്പർ 3 ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ടി വി കാണുമ്പോൾ ഗോപുവിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. बाबा, यह आवाज कहाँ से आ रही है? ये टीवी से ही आ रही है गोबुलाल. जादू है ना. ഈ ദൃശ്യങ്ങളോടൊപ്പം കേൾക്കുന്ന ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന ചോദ്യത്തിന് മനോഹർ ചാച്ച പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഈ ശബ്ദവും ഈ ടി വിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് മോനെ എന്നാണ്. അങ്ങനെ ഗോപു ടി വിയുടെ ആദ്യത്തെ അനുഭവം ഓർക്കുകയാണ്. നമ്മൾ ടി വി എന്ന തിരക്കഥയിലെ 3 സീനുകളാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഈ 3 സീനിലും നമ്മൾ പുതിയ വാക്കുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവയുടെ അർത്ഥങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇലാക്ക പ്രദേശം, പകിടണ്ടി നടപ്പാത, ഝാങ്കി ദൃശ്യം. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കാം. 3 സീനുകളല്ലേ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ സീനിൽ 3 കുട്ടികൾ ഗോപു, ചുന്നി, ലല്ലു ഇവർ 3 പേരും ടി വി കാണാൻ വേണ്ടിയിട്ട് അടുത്ത നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. രണ്ടാമത്തെ സീനിലോ അവർ നടപ്പാതയിലൂടെ, മലപ്രദേശത്തൂടെയുള്ള നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോഴുള്ള സംഭാഷണമാണ്. അപ്പോഴവരെന്തായിരുന്നു സംസാരിച്ചിരുന്നത്? ടി വിയെക്കുറിച്ചുള്ള സംശയങ്ങളാണ്. നേരെ കാണുന്ന ടി വി ടവർ നോക്കി ഗോപു തൻ്റെ കൂട്ടുകാർക്ക് ടി വി ടവറിലൂടെയാണ് ടി വി സിഗ്നൽ കിട്ടുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഗോപുവിന് താൻ കണ്ട ടി വിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത്. ആ ഓർമ്മയാണ് അടുത്ത ദൃശ്യത്തിൽ സീൻ നമ്പർ 3 നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹർ ചാച്ചയുടെ വീട്ടിലാണ് സ്ഥലം. അവിടെയാണ് അവൻ ആദ്യമായി ടി വി കണ്ടത്. അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. ടി വിയിൽ വരുന്ന ദൃശ്യത്തിനോടൊപ്പം ശബ്ദവും കൂടെ അവന് കേൾക്കാൻ കഴിഞ്ഞു. ശരിക്കും അത് ഒരു അത്ഭുതമായിരുന്നു. അവൻ മനോഹർ ചാച്ചയോട് ടി വിയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ടി വി ശരിക്കും അവനൊരു അത്ഭുതമായിരുന്നു. നമ്മൾ ഈ 3 സീനിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതോടുകൂടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ധന്യവാദ്.